നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശോധിക്കുന്നത് നിങ്ങൾ നൽകിയ ഒരു രസകരമായ ഭാഗമാണ്. തിരുവമ്പാടിയും അനന്തശയനത്തിന്റെ അന്തിമ അനുഗ്രഹവും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും വിചാരിക്കും അനന്തശയനം കണ്ടു, ആ ദർശനം കിട്ടി, അതോടെ എല്ലാം പൂർത്തിയായി എന്ന്. പക്ഷേ ഈ വിവരണം പറയുന്നത് അതൊരു തുടക്കം മാത്രമാണെന്നാണ്. ദർശനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന യാത്രയ്ക്കും അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണത്? ആ അവസാന നിമിഷങ്ങൾ എങ്ങനെയാണ് ആ ദർശനത്തെ പൂർണ്ണമാക്കുന്നത്? നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി മുക്കാം. തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. പലപ്പോഴും ക്ഷേത്ര ദർശനം ഒരു ടൂറിസ്റ്റ് അനുഭവം പോലെയാണ് പലർക്കും. പ്രധാനപ്പെട്ടത് കണ്ടു, മനസ്സിൽ പതിഞ്ഞു, തിരിച്ചു പോരുന്നു. പക്ഷേ ഈ വിവരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു പ്രക്രിയയാണെന്നാണ്. അകത്തേക്ക് കടക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് പുറത്തേക്ക് വരുന്നതും. കാരണം ക്ഷേത്രത്തിനകത്തുനിന്ന് കിട്ടിയ ആ ഒരു അനുഭവം, ആ ഊർജം, അത് പുറം ലോകത്തേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിലാണ് യഥാർത്ഥ ആത്മീയതയുടെ വിജയം. ആ യാത്രയുടെ ഓരോ ഘട്ടവും നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോ നിങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ ദർശനം കഴിഞ്ഞ് ആ 3 വാതിലുകളിലൂടെയുള്ള കാഴ്ചയൊക്കെ മനസ്സിൽ നിറച്ച് പ്രദക്ഷിണ വഴിയിലൂടെ മുന്നോട്ടു പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ തിരുവമ്പാടി എന്ന ഉപക്ഷേത്രത്തിലെത്തുന്നത്. ശ്രീകൃഷ്ണന്റെ ഒരു സങ്കേതമാണിത്. എനിക്കിവിടെ തോന്നിയൊരു കൗതുകം, അനന്തപത്മനാഭൻ എന്ന ആ മഹാവിഷ്ണുവിന്റെ വിരാട് രൂപം കണ്ടുകഴിഞ്ഞ ഉടനെ എന്തിനാണ് നമ്മൾ അദ്ദേഹത്തിന്റെ തന്നെ അവതാരമായ ശ്രീകൃഷ്ണനെ കാണുന്നത്, അതും ഒരു പ്രത്യേക രൂപത്തിൽ? വളരെ നല്ലൊരു ചോദ്യമാണത്. അവിടെയാണ് ഈ യാത്രയുടെ ഘടനയിലെ ഒരു സൗന്ദര്യം നമ്മൾ കാണുന്നത്. ഈ വിവരണം എടുത്തു പറയുന്നുണ്ട്, ഇവിടത്തെ കൃഷ്ണൻ പാർത്ഥസാരഥിയുടെ രൂപത്തിലാണെന്ന്. അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വിഷാദത്തിലായ അർജുനന് ഗീത ഉപദേശിക്കുന്ന ആ തേരാളി. ഒന്ന് ആലോചിച്ചു നോക്കൂ. തൊട്ടുമുൻപ് നിങ്ങൾ കണ്ടത് പ്രപഞ്ചം മുഴുവൻ തന്നിലൊതുക്കി കാലത്തിനതീതനായി യോഗനിദ്രയിലാണ്ടിരിക്കുന്ന അനന്തശയനത്തിലെ ഭഗവാനെയാണ്. അത് പ്രപഞ്ചത്തിന്റെ ആകെ തത്വമാണ്, ഒരു കോസ്മിക് സ്കെയിലുള്ള കാഴ്ചയാണ്. അത് കണ്ടിട്ട് ഒരുപക്ഷെ സാധാരണക്കാരനായ ഒരു ഭക്തൻ അമ്പരന്ന് പോയേക്കാം. ഞാൻ എത്ര ചെറുതാണ്, എന്റെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരമാണ്, അങ്ങനെയൊക്കെ ചിന്തകൾ വരാം. ശരിയാണ്. ആ ഒരു ബ്രഹ്മാണ്ഡ ദർശനം കഴിഞ്ഞാൽ ഒരുതരം ശൂന്യതയോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയോ വരാൻ സാധ്യതയുണ്ട്. മുന്നിലേക്കാണ് പാർത്ഥസാരഥി വരുന്നത്. പ്രപഞ്ച സത്യം മാത്രമല്ല, ഈ ലോകത്ത് നീ എങ്ങനെ ജീവിക്കണം, നിന്റെ കർമ്മം എന്തു ചെയ്യണം, പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്ന് വളരെ പ്രായോഗികമായി പറഞ്ഞുതരുന്ന ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും മൂർത്തി. അപ്പോ അതൊരു പൂർണ്ണമായ ചിത്രമായി മാറുകയാണ്. ആദ്യം പ്രപഞ്ച സത്യം ദർശിക്കുന്നു, തൊട്ടുപിന്നാലെ ആ സത്യം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള വഴികാട്ടിയെ കാണുന്നു. ഓ, അപ്പോ ഈ പാർത്ഥസാരഥി സങ്കല്പം അനന്തശയനത്തിലെ വിരാട് രൂപം കണ്ട് ഒരുപക്ഷെ അല്പം റാസ്റ്ററിയനായ ഭക്തന് ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് കാണിച്ചു തരുന്ന ഒരു വഴികാട്ടി കൂടിയാണല്ലേ, ഒരു കൗൺസിലറെ പോലെ. ഒരു തരത്തിൽ അതെ, ആത്മീയമായ ഒരു കൈത്താങ്ങ് എന്ന് പറയാം. അനന്തശയനം വാട്ട് ഈസ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണെങ്കിൽ, പാർത്ഥസാരഥി വാട്ട് ടു ഡു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആ ദർശനത്തിൽ നിന്ന് ലഭിച്ച ഊർജത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിന്റെ ആദ്യത്തെ പാഠം അവിടെ നിന്നാണ് കിട്ടുന്നത്. ഈ വിവരങ്ങളിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഉപക്ഷേത്രത്തിന് സ്വന്തമായൊരു ധ്വജസ്തംഭം, അതായത് കൊടിമരം, പിന്നെ പ്രത്യേക ബലിക്കല്ലുകളൊക്കെ ഉണ്ടെന്നതാണ്. ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായി തോന്നണമെന്നില്ല. പക്ഷേ സാധാരണ ഉപക്ഷേത്രങ്ങളിൽ കാണാത്തൊരൊന്നാണിത്. ഒരു ഉപക്ഷേത്രത്തിന് എന്തിനാണ് സ്വന്തമായൊരു കൊടിമരം? എന്താണ് ഇതിനെ ഇത്ര സവിശേഷമാക്കുന്നത്? അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ക്ഷേത്രത്തിന് സ്വന്തമായി കൊടിമരവും ബലിക്കല്ലുകളും ഉണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പൂർണ്ണമായ ക്ഷേത്രത്തിന് തുല്യമായ സ്ഥാനമുള്ള ഒന്നാണ് എന്നാണ്. അവിടെ സ്വന്തമായി ഉത്സവങ്ങൾ നടത്താനും മറ്റ് താന്ത്രിക കർമ്മങ്ങൾ ചെയ്യാനും അധികാരമുണ്ട്. അതായത് തിരുവമ്പാടി എന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലെ വെറുമൊരു ചെറിയ കോവിലല്ല. അതിന് തനതായ സ്വതന്ത്രമായ ഒരു അസ്തിത്വവും പ്രാധാന്യവുമുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വരുന്നു. എന്തിനാണ് പത്മനാഭസ്വാമിയുടെ അത്രയും അടുത്ത് അവിടുത്തെ സമുച്ചയത്തിനുള്ളിൽ തന്നെ ഇത്രയധികം പ്രാധാന്യത്തോടെ മറ്റൊരു ക്ഷേത്രം? ഇത് ആ 2 സങ്കല്പങ്ങളും തമ്മിലുള്ളൊരു അഭേദ്യമായ ബന്ധത്തെയാണോ കാണിക്കുന്നത്? തീർച്ചയായും. അത് വെറുതെ അവിടെ സ്ഥാപിച്ചൊന്നല്ല. പത്മനാഭസ്വാമി എന്ന നിർഗുണവും സഗുണവുമായ പ്രപഞ്ച ചൈതന്യവും
ശ്രീകൃഷ്ണൻ എന്ന മനുഷ്യരുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുകയും സ്നേഹിക്കുകയും വഴികാട്ടുകയും ചെയ്ത അവതാരവും തമ്മിലുള്ള പൂരക ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. പ്രപഞ്ചസത്യം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഈ ലോകത്ത് സ്നേഹത്തോടെയും ധർമ്മത്തോടെയും ജീവിക്കാനുള്ള വഴിയും ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നു എന്ന വലിയൊരു സന്ദേശമാണത്. അതുകൊണ്ടാണ് ഈ വിവരണം പറയുന്നത് അവിടെ കുറച്ചുനേരം നിന്ന് പ്രാർത്ഥിക്കണം എന്ന്. അത് വെറുമൊരു ചടങ്ങല്ല, ആ ജ്ഞാനം ഉൾക്കൊള്ളാനുള്ള ഒരവസരമാണ്. തിരുവമ്പാടിയിലെ ആ നിമിഷങ്ങൾക്ക് ശേഷം ഒരുതരം പൂർണ്ണത അനുഭവപ്പെടും. ആത്മീയമായ ഒരു വൃത്തം പൂർത്തിയാക്കിയതുപോലെ. പക്ഷേ യാത്ര അവിടെ തീരുന്നില്ല, അല്ലേ? ഇനി പുറത്തേക്കാണ്. പക്ഷെ ആ മടക്കയാത്ര ഒരുപക്ഷെ വന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഈ വിവരണം പറയുന്നത് ശ്രീകോവിലിൽ നിന്ന് അകന്ന് നിങ്ങൾ ആദ്യം പ്രവേശിച്ച ആ വിശാലമായ മണ്ഡപങ്ങളിലൂടെ പുറത്തേക്കുള്ള യാത്ര തുടങ്ങാനാണ്. അതെ, ഈ മടക്കയാത്രയാണ് അടുത്ത ഘട്ടം. ഇതിനെ വെറുമൊരു എക്സിറ്റ് വാക്കായി കാണരുത്. ഈ വിവരണം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കണ്ട ദൃശ്യങ്ങളെല്ലാം മനസ്സിൽ വീണ്ടും കൊണ്ടുവരാൻ. ഇതൊരു ധ്യാനത്തിന്റെ ഭാഗമാണ്, ഒരു തരം മെന്റൽ റീപ്ലേ എന്ന് പറയാം. ആ കരിങ്കൽ തൂണുകളിലെ കൊത്തുപണികൾ, മന്ത്രങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷം, പിന്നെ ഏറ്റവും പ്രധാനമായി ആ 3 വാതിലുകളിലൂടെ നിങ്ങൾ കണ്ട അനന്തശയനം. ഓരോന്നും മനസ്സിൽ ഒന്നുകൂടി കാണുക. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളൊരു പ്രധാനപ്പെട്ട ഫയല് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യില്ലേ? അല്ലെങ്കിൽ ഒരു നല്ല സിനിമ കണ്ടിറങ്ങുമ്പോൾ അതിലെ രംഗങ്ങൾ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ആലോചിക്കുന്നത് പോലെ ആ അനുഭവം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാനുള്ള ഒരുതരം മാനസിക സേവിംഗ് പ്രോസസ്സായി ഇതിനെ കാണാൻ പറ്റുമോ? വളരെ നല്ലൊരു ഉപമയാണത്. ഒരു ഫയൽ സേവ് ചെയ്യുന്നത് പോലെ തന്നെ. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും പുതിയ പുതിയ ചിന്തകളിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസിലെ ടെൻഷൻ ഒക്കെ മനസ്സിലേക്ക് വരും. അതിനു മുൻപ് ആ ദർശനാനുഭവം ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കാനുള്ളൊരവസരമാണ് ഈ ശാന്തമായ മടക്കയാത്ര. തിടുക്കത്തിൽ ഓടി പുറത്തുവരാതെ ആ നിമിഷങ്ങളെ മനസ്സിൽ അയവിറക്കി നടക്കണമെന്ന് പറയുന്നതിന്റെ മനഃശാസ്ത്രപരമായ കാരണവും ഇതാണ്. അർത്ഥത്തിലേക്ക് വരുന്നു. ക്ലോക്ക് റൂമിൽ കൊടുത്ത മൊബൈൽ ഫോണും പേഴ്സും ചെരുപ്പുമൊക്കെ തിരികെ വാങ്ങുന്നു. അത്രയും നേരം അനുഭവിച്ച ആ ഒരു ലോകമേ അല്ല ഇത്. പെട്ടെന്നൊരു സ്വിച്ച് ഇട്ടതുപോലെ ഇന്നത്തെ ലോകത്തിലേക്കൊരു തിരിച്ചുവരവ്. ആ ഒരു നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. അതെ, അതൊരു നിർണായക നിമിഷമാണ്. ഇവിടെയാണ് ആ യാത്രയുടെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത്. ക്ഷേത്രത്തിനകത്തെ ശാന്തത അവിടെ ഉപേക്ഷിച്ചു പോരാനുള്ളതല്ല. നിങ്ങൾ തിരികെ കയ്യിലെടുക്കുന്ന ആ ഫോണിലേക്ക് വരുന്ന കോളുകൾക്കും പുറത്തെ വാഹനങ്ങളുടെ ബഹളത്തിലേക്കും ആ ശാന്തതയെ കൂടെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ് പ്രധാനം. ക്ഷേത്രത്തിലേക്ക് ചെരുപ്പൂരി പുറം ലോകത്തെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് അകത്തേക്ക് പോകുന്നത് ഒരു തയ്യാറെടുപ്പാണ്. അതുപോലെ തിരികെ ചെരുപ്പിടുന്നതും ഫോൺ കയ്യിലെടുക്കുന്നതും പഴയ ലോകത്തേക്ക് തിരികെ പ്രവേശിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തിരികെ പ്രവേശിക്കുന്നത് പുതിയൊരു ഊർജവുമായാണ്. അപ്പോൾ ശരിക്കും ആത്മീയതയുടെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത് അവിടെ നിന്നാണോ? ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങുമ്പോൾ, ആ ഫോൺ ഓൺ ചെയ്യുമ്പോൾ? ഒരു തരത്തിൽ അതെ. അകത്ത് ലഭിച്ചത് ഒരു ചാർജിംഗ് ആണെങ്കിൽ ആ ചാർജ് ഉപയോഗിച്ച് പുറത്ത് ലോകത്തെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ് കാര്യം. ആത്മീയതയെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ഉപേക്ഷിച്ചു പോരാതെ നിങ്ങൾ തിരികെ എടുക്കുന്ന ഫോണിലും നിങ്ങൾ ധരിക്കുന്ന ചെരുപ്പിലും നിങ്ങൾ തിരികെ പോകുന്ന ജീവിതത്തിലും ആ ദർശനത്തിന്റെ ചൈതന്യം പ്രതിഫലിക്കണം എന്ന വലിയൊരു സന്ദേശം അതിലുണ്ട്. ആന്തരികമായ യാത്രയും ബാഹ്യമായ ജീവിതവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ് ആ നിമിഷങ്ങൾ. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിന് പുറത്തെത്തി, സന്ദർശനം സാങ്കേതികമായി പൂർത്തിയായി. പക്ഷേ ഈ വിവരണം അവസാനിക്കുന്നത് വളരെ ആഴത്തിലുള്ള ചില ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടാണ്. കണ്ടതിനും അനുഭവിച്ചതിനും ശേഷമുള്ള ഒരു ഉപസംഹാരം പോലെ. ഇതെല്ലാം കൂടി എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അടക്കമുള്ള ഒരു ജീവനുള്ള പാരമ്പര്യത്തിൽ പങ്കുചേർന്നിട്ടാണ്. ആ ജീവനുള്ള പാരമ്പര്യം, ലിവിംഗ് ട്രഡിഷൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കണം. അതെ, അതെന്നെയും ആകർഷിച്ചു. നമ്മൾ റോമിലെ കൊളോസിയം കാണാൻ പോകുന്നത് പോലെയല്ല ഇത്. കൊളോസിയം അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു നിർമ്മിതിയാണ്. പക്ഷേ അതിന്ന് അതിൻ്റെ യഥാർത്ഥ ഉപയോഗത്തിലില്ല. അതൊരു സ്മാരകമാണ്. പക്ഷേ ഇവിടെ അങ്ങനല്ല. അതാണ് വ്യത്യാസം. പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു മ്യൂസിയമല്ല, പുരാവസ്തുക്കൾ കാണാനുള്ള ഒരിടമല്ല. മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരേ പൂജകളും ആചാരങ്ങളും മന്ത്രങ്ങളും കൊണ്ട് ഇന്നും സജീവമായി നിലനിൽക്കുന്ന, പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ഊർജം തുടിക്കുന്ന ഒരു ചൈതന്യ കേന്ദ്രമാണത്.
നിങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ ആ പാരമ്പര്യത്തിന് സാക്ഷിയാവുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും സാന്നിധ്യത്തിലൂടെയും നിങ്ങളും ആ പാരമ്പര്യത്തിന്റെ ഒരു കണ്ണിയായി മാറുകയാണ്. ആ നിമിഷത്തിൽ നിങ്ങളും ആ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. അത് വളരെ മനോഹരമായൊരു ചിന്തയാണ്. നമ്മളൊരു കാഴ്ചക്കാരൻ മാത്രമല്ല, ഒരു പങ്കാളി കൂടിയാകുന്നു. ശരി, ഈ വിവരണം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരാശയമുണ്ട്. സന്ദർശനം കഴിഞ്ഞാലും നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ ഒരു കാര്യം നിർദ്ദേശിക്കുന്നു. അനന്തശയനത്തിന്റെ നിശബ്ദമായ ശക്തി നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക. എന്താണ് ഈ നിശബ്ദമായ ശക്തി? കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതിന്റെ വിശദീകരണവും അടുത്ത വാചകത്തിൽ തന്നെയുണ്ട്. സൃഷ്ടി മുഴുവനും ഭഗവാന്റെ നിത്യനിദ്രയിൽ അടങ്ങിയിരിക്കുന്നു എന്ന അറിവ്. ഇതാണ് ആ ദർശനത്തിന്റെ കാതൽ, അതിന്റെ ടേക്കവേ. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, തിരക്കുകൾ, ആശങ്കകൾ, ഇതെല്ലാം ആ അനന്തമായ ചൈതന്യത്തിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എന്ന വലിയ തിരിച്ചറിവ്. ഈ തിരിച്ചറിവാണ് ആ നിശബ്ദമായ ശക്തി. അപ്പോ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ടെൻഷനുകളെയും ഒരു വലിയ ക്യാൻവാസിൽ വെച്ച് കാണാൻ സഹായിക്കുന്ന ഒരു ചിന്തയാണോ ഇത്? ഒരു സ്ട്രെസ്ഫുള്ളായ ദിവസം ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്റെ ഈ പ്രശ്നം പ്രപഞ്ചത്തോളം വലുതല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ, അത് മനസ്സിന് നൽകുന്നൊരു ശാന്തതയുണ്ടല്ലോ. തീർച്ചയായും. അതാണ് ആ ശക്തിയുടെ നിശബ്ദത. അത് പുറമേക്ക് ബഹളം വെക്കുന്ന ഒന്നല്ല. അത് ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ട ഒരു ശാന്തിയാണ്, ഒരു ധൈര്യമാണ്. പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ടെന്നും നമ്മൾ അതിന്റെ ഭാഗമാണെന്നുമുള്ള തിരിച്ചറിവ് നൽകുന്ന ഒരു ആന്തരിക ബലം. നമ്മുടെ അഹംഭാവത്തെ കുറയ്ക്കാനും പ്രശ്നങ്ങളെ അതിന്റെ ശരിയായ വലുപ്പത്തിൽ കാണാനും ഇത് സഹായിക്കും. ആ ദർശനം മുതൽ തിരുവമ്പാടിയിലെ പ്രാർത്ഥനയും ആ മടക്കയാത്രയും വരെ നീളുന്ന അനുഭവങ്ങളെല്ലാം നമ്മളെ ഈയൊരു അന്തിമ തിരിച്ചറിവിലേക്ക് എത്തിക്കാനുള്ള പടവുകളായിരുന്നു. ഈ വിവരണം അവസാനിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. വാക്കുകളോ വിശദീകരണങ്ങളോ ഇല്ലാതെ ഒറ്റത്തവണ മുഴുങ്ങുന്ന ഒരു ക്ഷേത്രമണിയുടെ നാദത്തിൽ. എല്ലാ സംഭാഷണങ്ങൾക്കുമപ്പുറം ആ അനുഭവം മാത്രം മനസ്സിൽ തങ്ങി നിൽക്കാൻ സഹായിക്കുന്ന ഒരു ശബ്ദം. ആ യാത്രയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും അനുയോജ്യമായൊരു പരിസമാപ്തി. അതെ, എല്ലാ വാക്കുകളും അവസാനിക്കുന്നിടത്ത് ആ നാദം മാത്രം അവശേഷിക്കുന്നു. അത് ആ നിശബ്ദമായ ശക്തിയുടെ ഒരു പ്രതീകം കൂടിയായി നമുക്ക് കാണാം. ആ മണിനാദം പോലെ ആ ദർശനത്തിന്റെ അനുഭവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഈ വിശകലനം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ക്ഷേത്രദർശനമെന്നത് ഒരു സ്ഥലത്ത് പോയി വരുന്ന ഒരു യാത്രയല്ല, മറിച്ച് അതൊരു പുതിയ കാഴ്ചപ്പാട് ആരംഭിപ്പിക്കാനുള്ള ഒരു നിമിത്തമാണ്. അതൊരു തുടക്കമാണ്, ഒടുക്കമല്ല. കൃത്യമായി. ഈ വിവരണം നിങ്ങളുടെ മുന്നിൽ ഒരു അവസാന ചിന്ത ബാക്കി വയ്ക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. അതൊരു ഓർമ്മയാകാം, ഒരനുഭവമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ അറിവാകാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കിയാകുന്നു. ഈ അറിവ്, അതായത് സൃഷ്ടി മുഴുവനും ഭഗവാന്റെ നിത്യനിദ്രയിൽ അടങ്ങിയിരിക്കുന്നു എന്ന ഈ ആശയം ക്ഷേത്രത്തിന് പുറത്തുള്ള നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും? തിരക്കേറിയ ഒരു ലോകത്ത് ട്രാഫിക് ബ്ലോക്കിൽ പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് തയ്യാറെടുക്കുമ്പോൾ ഈ നിശബ്ദമായ ശക്തിയെ നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മയിൽ നിലനിർത്താൻ കഴിയും? ഇതിനുള്ള ഉത്തരം ഈ ഉറവിടം നൽകുന്നില്ല. കാരണം അത് കണ്ടെത്തേണ്ടത് നിങ്ങളാണ്.